നമസ്കാരം. ഇന്ന് ദക്ഷിണേന്ത്യ ആകെ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ചാണ്, അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് തന്നെയാണ്. ഡോക്ടർ CJ റോയിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു ആമുഖമില്ലാത്ത വ്യക്തി തന്നെയാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ CMD ആയ CJ റോയി കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളുടെയും റിയാലിറ്റി ഷോകളുടെ സ്പോൺസറായിരുന്നു, സിനിമാ നിർമ്മാതാവായിരുന്നു. അതുകൊണ്ട് തന്നെ CJ റോയിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ താഴ്ന്ന നിലയിൽ നിന്നും സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വലുതായി ഏതാണ്ട് 10,000 കോടി രൂപയുടെ ആസ്തിയിലേക്ക് വളർന്ന ഒരു വ്യവസായിയാണ് CJ റോയി എന്ന് പറയുമ്പോൾ, പിന്നെ എന്തിനാണ് അത്തരത്തിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിന്ന് ഒരാൾ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ആ ആത്മഹത്യയിലേക്ക് വെളിച്ചം വീശുന്ന ചില ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. CJ റോയിയുടെ ഓഫീസിൽ, ബംഗളൂരുവിലെ ഓഫീസിൽ മുദ്ര വച്ചിരുന്ന ലോക്കറിൽ ഉള്ള ചില രേഖകൾ എടുക്കുന്നതിന് വേണ്ടി IT വിഭാഗം ഉദ്യോഗസ്ഥർ CJ റോയിയെ ദുബായിൽ നിന്നും വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ഈ ദുരൂഹമായ മരണത്തിന് അടിസ്ഥാനമായി ഉള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. മലയാളത്തിലെ പ്രമുഖ ചാനലുകൾക്കെല്ലാം CJ റോയി സ്പോൺസറായി നിന്നിട്ടുണ്ട്, പല റിയാലിറ്റി ഷോകൾക്കും എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 3 ദിവസമായി, അതായത് 28, 29, 30 തീയതികളിലായി ബംഗളൂരുവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ റെയ്ഡുകൾ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും അറിയാതെ പോയത് എന്നുള്ളതും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അഥവാ റോയി സ്പോൺസർ ചെയ്തിട്ടുള്ള ചാനലുകൾ എല്ലാവരും തന്നെ റോയിയുടെ ഓഫീസിൽ നടന്ന റെയ്ഡുകൾ മറച്ചു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും റോയി മരണപ്പെട്ടതിൽ വളരെ വലിയ ദുരൂഹതകൾ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്തുകൊണ്ടാണ് റോയി IT ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ റോയിയുടേതും റോയിയുടെ ഓഫീസിൽ അടക്കമുള്ള ആളുകളുടെ ഫോണുകൾ പിടിച്ചു വെച്ചതിന് ശേഷം തന്നെയാണ് റെയ്ഡ്? സ്വാഭാവികമായ രീതി അത് തന്നെയാണ്. എന്നാൽ 3 ദിവസമായി ഓഫീസിന്റെ പ്രവർത്തനം നിലച്ച മട്ടിൽ തന്നെയാണ് റെയ്ഡിൽ എന്നുള്ളതാണ് അറിയുന്നത്. അവസാനം ഈ പൂട്ടിയ ലോക്കർ തുറക്കുന്നതിന് വേണ്ടിയാണ് ദുബായിൽ ഏറ്റവും ആഡംബര വില്ലേജിൽ, ഏറ്റവും വലിയ ധനാഢ്യന്മാർ താമസിക്കുന്ന ആഡംബര വില്ലേജിൽ സ്വന്തമായി ഫ്ളാറ്റും കെട്ടിട സമുച്ചയങ്ങളുമുള്ള, ലോകമെമ്പാടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന CJ റോയിയെ അവിടെ നിന്നാണ് IT ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്നത്. 12 റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായുള്ള റോയി, ലോകത്തെ അറിയപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളിലുമുള്ള ആഡംബര കാറുകൾ സ്വന്തമായുള്ള റോയി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ, എന്തായിരുന്നു ബംഗളൂരുവിലെ റോയിയുടെ ഓഫീസിലെ പൂട്ടിവെച്ച ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യം തന്നെയാണ്. കുറെ കാലങ്ങളായി റോയിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ കേൾക്കുന്നു. ഈ സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നാളുകൾക്ക് മുൻപേ തന്നെ റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡിനെ തുടർന്നാണ് റോയിയുടെ ബംഗളൂരുവിലുള്ള ഓഫീസിലെ ഇപ്പോഴുള്ള ഈ തുറക്കാതെ പോയ ലോക്കർ സീൽ ചെയ്ത് പോയത്. IT ഉദ്യോഗസ്ഥർ ഈ ഓഫീസിലെ ലോക്കർ സീൽ ചെയ്തെങ്കിലും പിന്നീട് അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിപ്പിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് സാങ്കേതികമായി കർണാടക ഹൈക്കോടതിയിൽ നിന്നും റോയി ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും റോയിയുടെ അക്കൗണ്ടിലേക്ക് ധാരാളം പണം ഒഴുകിയെത്തിയിട്ടുണ്ട്, പണമിടപാടുകളുണ്ട്. ഈ ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ ചോദിച്ചിട്ട് റോയി നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബംഗളൂരു ഹൈക്കോടതിയിൽ കേരളത്തിൽ നിന്ന് എത്തിയ IT ഉദ്യോഗസ്ഥർ ഒരു ഹർജി കൊടുക്കുകയും ആ ഹർജിയിൽ തീർപ്പാകുകയും അങ്ങനെ റോയിയുടെ ബംഗളൂരുവിലുള്ള വസതിയിൽ ബംഗളൂരുവിലുള്ള ഓഫീസിൽ IT ഉദ്യോഗസ്ഥർ വീണ്ടും റെയ്ഡിനെത്തുന്നു. റോയിയെ പൂട്ടിയ ലോക്കർ തുറക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു. ഒരു കാരണവശാലും ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞൊഴിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ റോയി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ ലോക്കർ തുറക്കണം എന്നുള്ള നിർബന്ധമേറിയപ്പോൾ തനിക്ക് തന്റെ ക്യാബിനിൽ ഒന്ന് പോകണം എന്നാണ് പറഞ്ഞത്. ഈ ക്യാബിനിൽ പോകുന്നത് ഒരുപക്ഷെ ലോക്കർ തുറക്കുന്നതിന് ആവശ്യമായ കീ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ എടുക്കുന്നതിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും സംശയിച്ചത്. പക്ഷേ 3:10 റോയി തന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് മരിക്കുകയായിരുന്നു. നിറയൊഴിച്ച് റോയി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ സ്വന്തം തോക്കുപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എല്ലാവരും തലയിൽ അല്ലെങ്കിൽ നെറുകിലാണ് സ്വയം വെടിയുതിർക്കാറുള്ളത് എന്നാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന പോലീസ് അറിയിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് റോയി സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് കൂടി പറയുന്നു. അത് ദുരൂഹം തന്നെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്താണ് സ്ലൊവേനിയ അഥവാ സ്ലൊവാക്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ കോൺസുലേറ്റ് ജനറലായി എന്ന ഒരു പദവി, അതായത് സ്ലൊവാക്യ എന്ന രാജ്യത്തെ കോൺസുലേറ്റ് ജനറൽ പദവി റോയി കരസ്ഥമാക്കിയത്. $2 ലക്ഷം കൊടുത്താണ് ഈ പദവി കരസ്ഥമാക്കിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പദവി കരസ്ഥമാക്കുന്ന ആളുകൾക്ക് ഡിപ്ലോമാറ്റ് ചാനലിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ഡിപ്ലോമാറ്റ് ബാഗേജ് വഴി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ബാഗേജ് വഴി ഉള്ള സംവിധാനങ്ങളിൽ രേഖകൾ പരസ്പരം പല രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് പോലെ, കൈമാറുന്നത് പോലെ ഈ സ്ലൊവാക്യൻ
കോൺസുലേറ്റ് ജനറൽ പദവിയുള്ള റോയിക്കും അത് സാധ്യമായിട്ടുണ്ട്. അങ്ങനെ റോയി ഇത്തരം ഡിപ്ലോമാറ്റ് ബാഗേജ് വഴി പല രഹസ്യ ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ള ദുരൂഹമായ ചില അറിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ IT ഉദ്യോഗസ്ഥരാണ് റോയിയുടെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നത്. IT ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വസ്തുതകൾ, പണമിടപാടുകൾ, ടാക്സ് അടയ്ക്കാത്ത റോയിയുടെ കൈവശമുണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നിശ്ചിത ശതമാനം പിഴയടച്ച് ആ സ്വത്തുക്കളെല്ലാം റോയിക്ക് സ്വന്തമാക്കാം എന്നിരിക്കെ പിന്നെ എന്തിനാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. അവിടെയാണ് തുറക്കാതെ വച്ചിരിക്കുന്ന ലോക്ക്, ഈ ലോക്കറിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള സംശയത്തിന് ബലം കൂടുന്നത്. റോയി ഇന്ന് വരെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ആകെ തകർക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും രഹസ്യമായ വിവരങ്ങൾ ആ ലോക്കറിൽ ഉണ്ടായിരുന്നിരിക്കാം. അത് തുറന്നു കഴിഞ്ഞാൽ ആ രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആദായ നികുതി വകുപ്പിന്റെ കയ്യിൽ നിന്നും അത് ED-യിലേക്കും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കയ്യിലേക്കും എല്ലാം പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ റോയി വലിയ വലിയ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വന്നേക്കാം എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെയാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്നാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. താൻ ഇന്നോളം കെട്ടിപ്പൊക്കിയ തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളും തന്റെ സൽപ്പേരുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട്, അതായത് ലോക്കർ തുറന്ന് പുറത്തു വരുന്ന രേഖകൾ പരിശോധിക്കപ്പെടുമ്പോൾ അതില്ലാതെയാകും. താൻ പൊതുജനത്തിന് മുന്നിൽ വലിയൊരു വട്ടപൂജ്യമായി നിൽക്കേണ്ടതായി വരും. പിന്നീട് ഒന്നുമില്ലാത്തവനായി ജയിലിൽ തന്റെ അവസാന ജീവിതം കഴിക്കേണ്ടതായി വരും എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് തന്നെയാണ് റോയി ഇപ്പോൾ സ്വയം വെടിവെച്ച് മരിച്ചത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ റോയിയുടെ സഹോദരൻ ഉൾപ്പെടെ ആളുകൾ ഈ മരണത്തിൽ ദുരൂഹത പറഞ്ഞിട്ടുണ്ട്. റോയിയെ കൊന്നതാണ്, പീഡിപ്പിച്ചു കൊന്നതാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരം ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ, എന്തിനാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ തന്റെ കൈവശമുള്ള സ്വത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ, തന്റെ കയ്യിലുള്ള പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ ഒരാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണം? എന്തുകൊണ്ടാണ് ലോക്കർ തുറന്ന് അതിലുള്ള രേഖകൾ സത്യസന്ധമാണെങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൽ കൃത്യമായ ഒരു ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ദുരൂഹത എന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ റോയിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് അറിയാൻ സാധിക്കൂ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഈ സ്ലോവാക്യൻ രാജ്യത്തിന്റെ ജനറൽ കോൺസുലേറ്റർ എന്ന ഒരു പദവി റോയി സമ്പാദിച്ചതും അതിലൂടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി റോയി നടത്തിയിട്ടുള്ള ഇടപാടുകളും പരിശോധിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. രാജ്യദ്രോഹപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, രാജ്യാന്തര ഭീകര സംഘടനകളുമായി അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് റോയി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ദുരൂഹം തന്നെയാണ്. ഇത്തരം ചില രേഖകൾ റോയിയുടെ കൈവശം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോക്കർ തുറക്കാതിരുന്നത് എന്നുകൂടിയുള്ള ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. എന്താണ് നടന്നത് എന്നുള്ളത് അറിയില്ല. റോയിയുടെ മൃതദേഹം ഇപ്പോഴും മറവ് ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ വലിയ ദുരൂഹത തന്നെ നിലനിൽക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.